പാറുവിൻ്റെ ഒറ്റ ഡയലോഗിൻ്റെ പുറത്താണ് കേട്ടോ ഞാൻ ഈ പത്തൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട്. ഈ വർഷം തുടങ്ങിയിട്ട് നമ്മൾ പത്തൽ ഉണ്ടാക്കിയിട്ടേ ഇല്ല എന്നുള്ള ദേവുവിൻ്റെ ഒറ്റ ഡയലോഗ്, പാറുവിൻ്റെ ഒറ്റ ഡയലോഗ്. ദേവുവിന് അത്ര താല്പര്യമില്ല ഈ സംഭവം. പാറുവിനും അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഓയിലിൽ പൊരിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അധികം ഉണ്ടാക്കാറില്ല. അപ്പോൾ ആ പത്തൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് തലേന്ന് ഞാൻ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ദേവുട്ടിയാണ് കേട്ടോ ക്യാമറ പിടിക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഉണ്ടാക്കിയ 2-3 പത്തൽ അവൾ കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു വിരലൊക്കെ ഇവിടെ ക്യാമറയിൽ കാണുന്നത്. അങ്ങനെ ഞാനത് വാഴയില എടുത്ത് കൊണ്ടുവന്നു. പാറൂട്ടിയാണ് കേട്ടോ വാഴയിലൊക്കെ എടുത്തുകൊണ്ട് തന്നത്. അതേപോലെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ പരത്തി വെച്ചു ചുട്ടെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി പത്തൽ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൊന്തി കിട്ടാറില്ല. കുറേ കാലം കൂടിയിട്ട് ഉണ്ടാക്കുന്നതാണ് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയറോ മറ്റാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഏട്ടൻ്റെ അമ്മേൻ്റെ റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റി റെസിപ്പിയാണ്. പൊതുവേ ഇത് ഉണ്ടാക്കാത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അരിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ അരി തവണ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പാറുട്ടിക്ക് കൊടുക്കുന്നുണ്ട്, ദേവുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തലേന്ന് നല്ല മട്ടൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മട്ടൻ കറിയും പിന്നെ പത്തലും കൂടി ഒന്ന് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഇതേപോലത്തെ അരിപ്പത്തരിയൊക്കെ ഉണ്ടാക്കലുണ്ടെങ്കിൽ അരിപ്പത്തരി അല്ല കേട്ടോ, ഇത് പത്തലാണ്. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ. നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നാളെ കാണാം. അപ്പോൾ ഞാനൊന്ന് കഴിക്കട്ടെ. ഇത് സൺഡേ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും ഇവിടെ കിടക്കട്ടെ എന്ന് ഇതിലപ്പോൾ ഇട്ടതാണ്. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ. നിങ്ങളൊക്കെ ചായ കുടിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് നാളെ കാണാം. ടാറ്റാ.